അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹി ഔസിനി, നബിയേ എനിക്കൊരു ഉപദേശം നൽകണമേ നബിയേ, എന്നെ ഒന്ന് ഉപദേശിക്കണേ നബിയേ. ഫഖാൽ, സ്വഹാബിമാരുടെ രീതി അതാണ്, നബി എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരൂ, ഹബീബേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, നബി തങ്ങളെ എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരണേ, ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള ഒരു അമല് തരണേ എന്ന് സ്വഹാബിമാർ ഹബീബിനോട് ചോദിക്കുമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമാണ്, ഔസ്വിനി യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് വസിയത്ത് നൽകണമേ. പുതിയാപ്പിള അമ്മോഷനോട് വന്ന് ചോദിക്കുകയാണ്. അലിയാരെ തങ്ങൾ പുതിയാപ്പിളല്ലേ, നബി തങ്ങളുടെ മോള് ഫാത്തിമ ബീവിയുടെ പുതിയാപ്പിളല്ലേ, പക്ഷെ അമ്മോഷനോട് വന്ന് ചോദിക്കാം, നബിയെ എനിക്കൊരു ഉപദേശം തരൂ. ഖുൽ റബ്ബിയല്ലാഹു സുമ്മ ഇസ്തഖിം. കഴിഞ്ഞു, ഇത്രേ ഉപദേശം. ഖുൽ റബ്ബിയല്ലാഹു സുമ്മ ഇസ്തഖിം. അലിയാരെ നിങ്ങൾ പറയണം, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞു നോക്കി. എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ്. ആ പറഞ്ഞതിന് അർത്ഥം എന്താന്ന് ആലോചിച്ച് നോക്കി. എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ്, റബ്ബി അല്ലാഹ്. എല്ലാ വിഷമങ്ങളിലും എന്നെ കൈപിടിക്കാനും എന്റെ ദുന്യാവും ആഖിറവും എന്റെ എല്ലാം അല്ലാഹുവേ നിന്റെ കരങ്ങളിലാണ്, എന്റെ കരങ്ങളിലാണ്, നിന്റെ കരങ്ങളിലാണ് റബ്ബേ നിന്റെ സൃഷ്ടികളെല്ലാം കിടക്കുന്നത്. അല്ലാഹുവേ നീയാണ് എന്റെ റബ്ബ്. നീ തരുന്ന ശ്വാസമെന്ന കണ്ണുകൊണ്ടുപോലും കാണാൻ കഴിയാത്ത മനുഷ്യന്റെ ബ്രീതിങ്, ആ ഒരു ശ്വാസം ഒന്ന് നിലച്ചുപോയാൽ നമ്മൾ നിശ്ചലമാണ്. ശ്വസിക്കാൻ മറന്നുപോയി എന്ന് വിചാരിക്കുക. എത്ര ആൾ മരിച്ചു, പക്ഷെ മറന്നാലും അള്ളാഹു നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് കമാൻഡ് കൊടുക്കും, ലങ്സുകൾക്ക് കമാൻഡ് കൊടുക്കും, ശ്വസിച്ചോ ശ്വസിച്ചോ എന്ന്. ഉറങ്ങുകയാണെങ്കിലും അള്ളാഹു കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടാവും. പടച്ചവനെ നീ എന്റെ റബ്ബാണ്, റബ്ബി അല്ലാഹ്. അവിടെ ഇപ്പം നമുക്കതില്ല. എന്റെ റബ്ബ് അല്ലാഹുവാണ് നമുക്ക് തോന്നുന്നില്ല. രോഗം വന്നാൽ ഡോക്ടറെ പിന്നെ പടച്ചവനാ തോന്നുക, മരുന്നാണ് പടച്ചവനാ തോന്നുക. മരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലാഹുവേ നീയാണ് എന്റെ ഷാഫി. മരുന്ന് കുടിക്കണമെന്ന് എന്റെ റസൂലാണ് പഠിപ്പിച്ചത്, ഡോക്ടറെ കാണണമെന്ന് റസൂലാണ് പഠിപ്പിച്ചത്. അത് സബബാണ്, കാരണമാണ്. ആരാണ് കാര്യം നടത്തുന്നത്? റബ്ബി അല്ലാഹ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ അല്ലാഹുവാണ് എന്റെ രോഗം മാറ്റുന്നത്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം കാന ഉമ്മ, ഒരു സമുദായമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം ഇവിടെ അഖീദയാണത്. നമ്മൾ വിചാരിക്കും ഡോക്ടറെ മാറ്റിത്തരുന്നത് ആണോ? മാറ്റിത്തരുന്നത് ആരാ? അല്ലാഹുവാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അതിന്റെ സബബുകളായിരിക്കാം, പക്ഷെ ഷാഫി ആരാണ്? അല്ലാഹുവാണ്. റുഖിയ ചെയ്തു, ഉസ്താദ് മന്ത്രിച്ചൂതി തന്നു, പൊരുത്തം തന്നു, നിങ്ങൾക്ക് റുഖിയ തന്നു, ദുആ ചെയ്തു, അല്ലാഹു ശിഫ തരും. ശിഫ തരുന്നത് ആരാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഇവിടെയല്ലേ മുസ്ലിം ആവുള്ളൂ. റബ്ബി അല്ലാഹു സുമ്മ ഇസ്തഖിം. അലിയാരെ നിങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയണേ, മനസ്സുകൊണ്ട് പറയണേ, ഖൽബ് കൊണ്ട് പറയണേ. സുമ്മ ഇസ്തഖിം, പിന്നെ നേർവഴിയിൽ ജീവിക്കണമേ. സുമ്മ ഇസ്തഖിം, നേർവഴിയിൽ ജീവിക്കണമേ. സുമ്മ ഇസ്തഖിം, നേർവഴിയിൽ ജീവിക്കണമേ. സുമ്മ ഇസ്തഖിം, അത് വലിയ പ്രയാസമുള്ളൊരു വാക്കാണ്. അബ്ദുൽ ബാരി സാഹിബ് സൂചിപ്പിച്ച ഒരു വിഷയം അതാണ് ഇസ്തിഖാമത്ത്. എല്ലാ തരത്തിലും നേരെ ചൊവ്വേ ജീവിച്ചു പോവുക എന്നത് വലിയ പ്രതിസന്ധിയാണ്, പ്രയാസമാണ്. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. പുണ്യനബി തങ്ങളോട് ചോദിച്ചതാണ്, നബിയെ എനിക്ക് ഉപദേശം തരൂ. അവിടെ നിന്ന് കൊടുത്ത ഉപദേശമാണ് ഖുൽ റബ്ബിയല്ലാഹു സുമ്മ ഇസ്തഖിം. എന്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുന്ന അലിയാരെ, എന്നിട്ട് നേരായ വഴിയിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണമേ. ഇത് പറഞ്ഞപ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, റബ്ബി അല്ലാഹ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സൂറത്ത് ഹൂദിന്റെ അവസാന ഭാഗമാണ്. റബ്ബി അല്ലാഹ്, നബിയേ എന്റെ രക്ഷിതാവ് അല്ലാഹു തന്നെയാണ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, അല്ലാഹു നൽകുന്നതല്ലാതെ ഒരു സൗഭാഗ്യവും എനിക്കില്ല നബിയേ. എന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അല്ലാഹു നൽകുന്നതാണ്.
അലൈഹി തവക്കൽതു, ആ റബ്ബിന്റെ മേൽ ഞാൻ എല്ലാം ഏൽപ്പിച്ചിരിക്കുകയാണ്. വഇലൈഹി ഉനീബ്, ആ റബ്ബിലേക്കാണ് ഞാൻ മടങ്ങുന്നത്. ഇത് അലിയാർ തങ്ങൾ മറുപടി പറഞ്ഞു. അപ്പൊ ഹബീബായ നബി തങ്ങൾ അലിയാർ തങ്ങളോട് പറയുന്നു, ലിയഹ്നിക യാ അബൽ ഹസൻ, ലിയഹ്നികൽ ഇൽമു യാ അബൽ ഹസൻ. ഉബയ്യ് ഇബ്നു കഅബ് എന്നവരോട് പറഞ്ഞു, ലിയഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ, ലിയഹ്നികൽ ഇൽമു യാ അബൽ ഹസൻ. അബുൽ ഹസനെ, ഹസൻ എന്നവരുടെ വാപ്പയായവരെ, ഹുസൈൻ എന്നവരുടെ വാപ്പയെ അലിയാരെ, നിങ്ങളുടെ അറിവിന് എല്ലാവിധ ആശംസയും നേരുകയാണ്. അല്ലാഹു നിങ്ങൾക്ക് അറിവ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ലഖദ് ശരിബ്തൽ ഇൽമ ശുർബാ വനഹൽതഹു നഹ്ലാ, ഇൽമ നിങ്ങൾ വാരിക്കോരി കുടിച്ചിരിക്കുന്നു, ഇൽമ നിങ്ങളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് അലിയാർ തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയാർ തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? റബ്ബി അല്ലാഹു അലൈഹി തവക്കൽതു, റബ്ബി അല്ലാഹ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഇത് വല്ലാത്തൊരു അറിവാണ്, ഒരു ഇൽമാണത്.